ആണ്. നമ്മളെല്ലാവരും അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ നമ്മുടെ ബയോളജി എക്സാം വരുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് A+ മേടിക്കേണ്ടതുണ്ട്. ബയോളജി ഫുൾ മാർക്ക് മേടിക്കേണ്ടതുണ്ട്. പക്ഷെ A+ മേടിക്കണമെങ്കിൽ നിങ്ങൾ ഇതുവരെ പരീക്ഷ ഇതിൽ നിന്ന് കണ്ടു കാണും. ഓണ പരീക്ഷയിൽ നിന്ന് നല്ല രീതിയിൽ വെയിറ്റേജിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ ആ ഭാഗം നമുക്ക് നന്നായിട്ട് തന്നെ പഠിക്കണം. ഒന്നാമത്തെയും രണ്ടാമത്തെയും ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ടോപ്പിക് നമ്മൾ വേഗത്തിൽ പഠിക്കാൻ പോവാണ്. സോ ഈ വീഡിയോ എന്തായാലും നിർബന്ധമായിട്ട് കാണാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് A+ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാവും കിട്ടാൻ. സോ നമുക്ക് ആദ്യം കാണാനുള്ളത് 2 ലൈഫ് പ്രോസസ്, ജീവൽ പ്രക്രിയകളിലേക്ക് ബയോ മോളിക്യൂളുകളാണ്. വ്യത്യസ്ത ബയോ മോളിക്യൂൾ നമ്മൾ പഠിക്കുന്നുണ്ട്. കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ്, പ്രോട്ടീൻ, ന്യൂക്ലിക് ആസിഡ്. കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സൂക്രോസ് ഇതെല്ലാം എന്തിന്റെ ഉദാഹരണങ്ങളാണ്? കാർബോഹൈഡ്രേറ്റുകളുടെ ഉദാഹരണങ്ങളാണ്. ഇനി അതിന്റെ കൂടെ തന്നെ പറയാം സ്റ്റാർച്ച് വരുന്നു, അല്ലെങ്കിൽ അന്നജം. അതേപോലെ ഇനി ലിപ്പിഡിലേക്ക് വരുമ്പോൾ എന്തൊക്കെ വരുന്നു? ഫാറ്റ്സ്, അതുപോലെ തന്നെ ഓയിൽസ്, എണ്ണ, കൊഴുപ്പ്, ഇതൊക്കെ എന്താണ്? ഈ പറയുന്ന ലിപ്പിഡുകളിൽ വരുന്നതാണ്. ഇനി പ്രോട്ടീനിലേക്ക് വരുമ്പോഴോ, പ്രോട്ടീനിലാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്? എൻസൈംസും ഹോർമോൺസും പഠിക്കുന്നത്. എൻസൈംസും ഹോർമോണുകളും പഠിക്കുന്നത്. അതുപോലെ ഹോർമോണുകൾ. ഇനി ന്യൂക്ലിക് ആസിഡ് ആണെങ്കിലോ അവിടെയാണ് DNA, RNA നമ്മൾ പഠിക്കുന്നത്. ന്യൂക്ലിക് ആസിഡിന്റെ ഉദാഹരണമാണ് DNA, RNA എന്ന് പറയുന്നത്. ഇനി മക്കളെ, മെറ്റബോളിസം എന്താണ്? വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മെറ്റബോളിസം. മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ അതിൽ അനബോളിസം പ്ലസ് കാറ്റബോളിസം വരുന്നുണ്ട്. അനബോളിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നു ചെറിയ ചെറിയ മോളിക്യൂളുകൾ ചേർത്ത് വലിയ മോളിക്യൂളായി രൂപം കൊള്ളുന്നതിനെയാണ് അനബോളിസം. ഇവിടെ ഉദാഹരണം നിങ്ങൾക്ക് കാണാം. ഫോട്ടോസിന്തസിസ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡും ഹൈഡ്രജനും കൂടെ കൂടിച്ചേർന്ന് ഗ്ലൂക്കോസ് എന്ന വലിയ മോളിക്യൂളായി മാറുകയാണ്. എന്നാൽ ഇവിടെ കാറ്റബോളിസം എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ മെറ്റബോളിസം അല്ലെങ്കിൽ പ്രോട്ടീൻ വിഘടനം നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം. അവിടെ എന്ത് സംഭവിക്കുന്നു? വലിയ ചെയിൻ ആയിട്ടുള്ള പ്രോട്ടീനെ വിഘടിക്കുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ അമിനോ ആസിഡുകളെ കിട്ടുന്നു. അപ്പൊ അതിനെ വിഘടിക്കലാണ്. അതാണ് നമ്മുടെ കാറ്റബോളിസം എന്ന് പറയുന്നത്. അപ്പൊ അനബോളിസത്തിന് എക്സാമ്പിൾ ഫോട്ടോസിന്തസിസ്, കാറ്റബോളിസത്തിന് എക്സാമ്പിൾ പ്രോട്ടീൻ വിഘടനം അല്ലെങ്കിൽ പ്രോട്ടീൻ ബ്രേക്ക് ഡൗൺ ആണെന്ന് പഠിക്കാം. പിന്നെ പ്രോട്ടീനുകൾക്ക് നമ്മൾ ഉദാഹരണം പഠിക്കുന്നതാണ് എൻസൈമുകളും ഹോർമോണും. അവരുടെ പ്രത്യേകത എന്താണ്? എൻസൈം എന്ന് പറഞ്ഞാൽ കെമിക്കൽ റിയാക്ഷനെ സ്പീഡ് അപ്പ് ആക്കുക. ഒരു റിയാക്ഷനെ വേഗത കൂട്ടാനാണ് നമ്മൾ എൻസൈമുകൾ ഉപയോഗിക്കുന്നത്. അപ്പൊ പല എൻസൈമുകൾ നമ്മൾ ഡൈജഷനിൽ തന്നെ പഠിക്കുന്നതാണ്. സലൈവറി അമിലേസ്, അതുപോലെ തന്നെ ലൈസോസൈം ഒക്കെ എന്താണ്? എൻസൈമുകളാണ്. ഇനി ഹോർമോണുകളിലേക്ക് വരുമ്പോഴോ, ഹോർമോണുകളുടെ പ്രത്യേകത എന്താ? കെമിക്കൽ മോളിക്യൂൾ ദാറ്റ് റെഗുലേറ്റ് കോർഡിനേറ്റ് ബയോളജിക്കൽ ഫംഗ്ഷൻ. ശരീരത്തിലെ പല പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാനും അതിനെ ഏകോപിപ്പിക്കാനും. ഇപ്പൊ നമ്മുടെ ബോഡിയിലാണെങ്കിൽ തന്നെ ഇപ്പൊ സ്ത്രീകളിലെ മെൻസ്ട്രൽ സൈക്കിൾ നടക്കണമെങ്കിൽ സെക്സ് ഹോർമോൺസ് വേണം. പുരുഷന്മാരിലും അതേപോലെ എന്താണ്? ലൈംഗിക പ്രത്യേകതകളൊക്കെ വളരണമെങ്കിൽ അവർക്ക് സെക്സ് ഹോർമോൺസ് വേണം. ഇതേപോലെ നമ്മുടെ വളർച്ച, നമ്മുടെ വാട്ടർ റീഅബ്സോർപ്ഷൻ, ഷുഗറിന്റെ ബാലൻസ്, കാൽഷ്യത്തിന്റെ ബാലൻസ്, ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? ഹോർമോണുകളാണ്. അപ്പം ഈ ഒരു ഉദാഹരണങ്ങൾ കൂടെ പഠിച്ചു വെക്കാം. അപ്പൊ മക്കളെ, പ്രോട്ടീൻസും ഹോർമോൺസും തമ്മിൽ വ്യത്യാസം. പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ കെമിക്കൽ, ഹോർമോൺസും എൻസൈംസും ആണ്. എൻസൈം എന്ന് പറഞ്ഞാൽ ഒരു പ്രോട്ടീൻ ആണ്. ഹോർമോൺ എന്ന് പറഞ്ഞാൽ കെമിക്കൽ മോളിക്യൂളുകളാണ്. വിവിധ ഗ്രന്ഥികളാണ് എൻസൈമുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഹോർമോൺസ് എന്താണ്? എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആണ് ഉൽപ്പാദിപ്പിക്കുന്നത്. രാസപ്രവർത്തനങ്ങളുടെ വേഗത കൂട്ടുന്നത് എൻസൈമാണ്. ഹോർമോൺസ് എന്ത് ചെയ്യുന്നു? ബയോളജിക്കൽ പ്രോസസ്സിനെ റെഗുലേറ്റ് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നു. എൻസൈമിന് എക്സാമ്പിൾ സലൈവറി അമിലേസും പെപ്സിനും. ഹോർമോൺ പ്രൊജസ്ട്രോൺ, ഈസ്ട്രജൻ, അതുപോലെ തന്നെ ടെസ്റ്റോസ്റ്റിറോൺ ഒക്കെ എന്താണ്? ഉദാഹരണങ്ങളാണ്. ഇനി എങ്ങനെയാണ് എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽസ് സെൽ മെംബ്രെയിനിലൂടെ നടക്കുന്നത്? അവിടെ നമ്മൾ കാണുന്നതാണ് പല പ്രോസസ്സുകൾ അല്ലെ. നമ്മുടെ സെല്ലിന്റെ ഉള്ളിലേക്ക് സാധനങ്ങൾ കൈമാറ്റം ചെയ്യാൻ പല പ്രോസസ്സ് നടക്കുന്നുണ്ട്. നമ്മൾ പ്ലാസ്മ മെംബ്രെയിൻ പഠിക്കുന്നതാണ്. പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ലിപ്പിഡ് ബൈലെയറും പ്രോട്ടീനുകളും ചേർന്നാണ് നമ്മുടെ സ്ഥലങ്ങളുള്ളത്. ഇവയിലേക്ക് സാധനങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടാൻ വേണ്ടി പല പ്രോസസ്സുകൾ നടക്കുന്നുണ്ട്. ഒന്നെങ്കിൽ കോശത്തിന്റെ ഉള്ളിൽ നിന്ന് കോശത്തിൽ പുറത്തേക്ക്, അല്ലെങ്കിൽ കോശത്തിന്റെ ഉള്ളിൽ നിന്ന് ന്യൂക്ലിയസിലേക്ക്, ഇങ്ങനെയെല്ലാം എന്ത് ചെയ്യുന്നു? ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നു. അപ്പൊ അതില് പ്രധാനപ്പെട്ട പ്രക്രിയകളാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്നാമത്തേത് നിങ്ങൾക്ക് ഓസ്മോസിസ് കാണാം. ജലതന്മാത്രകളുടെ ചലനത്തെയാണ് നമ്മൾ ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഒരു സെമി പെർമിബിൾ മെമ്പറിൻ അർദ്ധതാരിസ്ഥലത്തിലൂടെ ഹയർ കോൺസെൻട്രേഷൻ ലോവർ കോൺസെൻട്രേഷനിലേക്ക് വാട്ടർ മോളിക്യൂളുകൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓസ്മോസിസ് എന്ന് പറയുന്നത്. അർദ്ധതാരിസ്ഥലത്തിലൂടെ കൂടുതൽ കോൺസെൻട്രേഷനിൽ നിന്ന് കുറഞ്ഞ കോൺസെൻട്രേഷനിലേക്കുള്ള ജലതന്മാത്രകളുടെ ചലനത്തെ നമ്മൾ എന്ത് പറയുന്നു?
ഓസ്മോസിസ് എന്ന് പറയുന്നു. രണ്ടാമത്തെ ഇതാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. നമ്മൾ റെസ്പിറേഷൻ ഒക്കെ പഠിച്ചപ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. ഇവിടെ ഗ്യാസ് മോളിക്യൂൾസ് ഓക്സിജൻ ഒക്കെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഓക്സിജൻ എങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു? ഹയർ കോൺസെൻട്രേഷൻ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക്, കൂടുതൽ ഗാഢതയിലെടുത്തുനിന്ന് കുറഞ്ഞ ഗാഢതയിലേക്ക് ഓക്സിജൻ എന്ത് ചെയ്യുന്നു? സംഭവിക്കപ്പെടുന്നു. അതാണ് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ കാണാൻ കഴിയുക. പിന്നെ ഉള്ളതാണ് മക്കളെ നമ്മുടെ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. എന്താണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ? ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഇവിടെ കോൺസെൻട്രേഷൻ ഓഫ് ഗ്ലൂക്കോസ് ഈസ് മോർ, താഴെയോ കോൺസെൻട്രേഷൻ നമുക്ക് കാണാൻ കഴിയും കുറവാണ് അല്ലെ. അപ്പൊ ഇവിടെ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ അത് നടക്കണമെങ്കിൽ അവിടെ കരിയർ പ്രോട്ടീനും ചാനൽ പ്രോട്ടീനും ആവശ്യമാണ്. വാഹക പ്രോട്ടീനും ചാനൽ പ്രോട്ടീനും അവരുടെ സഹായത്താൽ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന അയോണുകൾ ഗാഢത കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഗാഢതയിലേക്ക് വരുന്നു. ഇവിടെ ആര് വേണം? ഒരു ചാനൽ പ്രോട്ടീൻ അല്ലെങ്കിൽ വാഹക പ്രോട്ടീൻ ആവശ്യമാണ്. ഇനി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നതോ ഇവിടെയും നമുക്ക് എന്ത് വേണം? ഇവിടെ എനർജി വേണം. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇവിടെ നമുക്ക് ATP എനർജി ആവശ്യമുണ്ട്. ATP ഉപയോഗിച്ച് അല്ലെങ്കിൽ ഊർജം ഉപയോഗിച്ച് കുറഞ്ഞ ഗാഢതയിൽ നിന്ന് കൂടുതൽ ഗാഢതയിലേക്ക് പോകുന്നതിനെയാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് സോൾട്ടിന്റെ ട്രാൻസ്പോർട്ടേഷൻ, ലവണങ്ങളുടെ ചലനമാണ് കാണാം. കുറഞ്ഞ ഗാഢതയിൽ നിന്ന് കൂടുതൽ ഗാഢതയിലേക്ക് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എനർജി. അത് മാത്രമല്ല അവർക്ക് എന്ത് വേണം? വാഹക പ്രോട്ടീനുകളുടെ സഹായവും വേണം. അവർക്ക് എന്ത് വേണം? ഹെൽപ്പ് ടു കാരിയർ പ്രോട്ടീൻസും വേണം. ഇത് ഉപയോഗിച്ചിട്ടാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് നടക്കുന്നത്. ഇനി രണ്ടിന്റെയും വ്യത്യാസം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹയർ ടു ലോവർ ആണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ ലോവർ ടു ഹയർ ആണ്. ഇനി ഇവിടെ കരിയർ പ്രോട്ടീൻ ചാനൽ പ്രോട്ടീൻ വേണം. ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ വാഹക പ്രോട്ടീൻ ആവശ്യമാണ്. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനിൽ ഊർജ്ജം വേണ്ട, ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ ഊർജ്ജം അല്ലെങ്കിൽ എനർജി വേണം. ഗ്ലൂക്കോസ് അയോണുകളുടെ ട്രാൻസ്പോർട്ടാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ നടക്കുന്നത്. എന്നാൽ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ സോൾട്ട് അല്ലെങ്കിൽ ലവണങ്ങളുടെ ചലനമാണ് കാണാൻ കഴിയുക. അപ്പൊ ഉദാഹരണ സഹിതം ഈ രണ്ട് വ്യത്യാസവും പഠിച്ചു വെക്കാം. ഇനി നമ്മൾ ഫോട്ടോസിന്തസിസിലേക്ക് പോവുകയാണ്. ഫോട്ടോസിന്തസിസ് പഠിക്കുമ്പോൾ ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രക്ചർ ആണ്. 4 മാർക്കിന് നിങ്ങൾക്ക് ഇപ്രാവശ്യം പ്രതീക്ഷിക്കാവുന്നതാണ് ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രക്ചർ. അപ്പൊ ഇതാ എപ്പിഡെർമൽ സെൽസ് ഇവിടെ കാണാൻ കഴിയും. ആവരണ കല എപ്പിഡെർമൽ സെൽസ്. ഇവിടെ നിങ്ങൾക്ക് എന്ത് കാണാം? മീസോഫിൽ സെല്ല് കാണാം. മീസോഫിൽ സെല്ല്. ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഇതിന് 2 സ്ഥലമുണ്ട്. ബാഹ്യ സ്ഥലവും ആന്തര സ്ഥലവും, ഔട്ടർ മെംബ്രെയിനും ഇന്നർ മെംബ്രെയിനും, അങ്ങനെ 2 മെംബ്രെയിൻ ഉണ്ട്. ഇനി ഇതിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇങ്ങനെ കോയിൻ പോലെ അടുക്കി വെച്ചതിനെയാണ് ഒരു കട്ടയ്ക്കാണ് നമ്മൾ ഗ്രാന എന്ന് പറയുന്നത്. അതിൽ ഓരോ കോയിനെയും നമ്മൾ പറയുന്നത് തൈലക്കോയിഡ് എന്നാണ്. തൈലക്കോയിഡ് മെംബ്രെയിൻ ആണ്. ഇനി അതിന്റെ ഉള്ളിൽ ഒരു ഫ്ലൂയിഡ് മെട്രിക്സ് കാണാം. അതിനെ നമ്മൾ പറയുന്നതാണ് സ്ട്രോമ. ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളിലെ ഫ്ലൂയിഡ് ദ്രാവക രൂപത്തിൽ കാണുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ട്രോമ എന്ന് പറയുന്നത്. ഇതുപോലത്തെ ഗ്രാനകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു പാലം നിങ്ങൾക്ക് കാണാം. അതിനെ നമ്മൾ പറയുന്നു സ്ട്രോമ ലാമെല്ല. എന്താ പറയുന്നത്? സ്ട്രോമ ലാമെല്ല. അപ്പൊ എന്തായാലും ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രക്ചർ പഠിച്ചു വെക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഫോട്ടോസിന്തസിസിന്റെ ഘട്ടങ്ങൾ തന്നിട്ട് ഓർഡർ മാറ്റി ചോദിക്കാം. അത് കറക്റ്റ് ഓർഡറിൽ എഴുതാൻ പഠിച്ചു വെക്കാം. ലൈറ്റ് ഫേസും ഡാർക്ക് ഫേസും ഉണ്ട്, പ്രകാശഘട്ടവും ഇരുണ്ട ഘട്ടവും ഉണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കണേ, ഗ്രാനയിൽ വെച്ചിട്ടാണ് പ്രകാശഘട്ടം നടക്കുന്നത്. സൂര്യപ്രകാശത്തെ സ്വീകരിച്ച് ജലത്തെ വിഘടിപ്പിക്കുന്നു. സൺലൈറ്റ് യൂസ് ചെയ്ത് വാട്ടറിനെ എന്ത് ചെയ്യുന്നു? സ്പ്ലിറ്റ് ചെയ്യുന്നു. വാട്ടറിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ഹൈഡ്രജനും ഓക്സിജനും കിട്ടുന്നു അല്ലെ. ഹൈഡ്രജനും ഓക്സിജൻ ഇവരെന്ത് ചെയ്യും? അറ്റ്മോസ്ഫിയറിലേക്ക് പുറന്തള്ളും. എന്നിട്ട് ഈ ഹൈഡ്രജൻ എന്ത് ചെയ്യും? സ്ട്രോമയിലേക്ക് കൊടുക്കും. അതേസമയം അവിടെ ATP ഉണ്ടാക്കപ്പെടുന്നുണ്ട്. ഈ വാട്ടർ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ATP ഉണ്ടാക്കപ്പെടുന്നുണ്ട്. അങ്ങനെ ATPയും അതുപോലെ തന്നെ ഹൈഡ്രജനും സ്ട്രോമയിലേക്ക് എത്തും. പിന്നീട് നടക്കുന്നത് ഡാർക്ക് ഫേസ് ആണ്, ഇരുണ്ട ഘട്ടമാണ്. അവിടെ എന്ത് സംഭവിക്കുന്നു? ഈ കിട്ടിയ കാർബൺ ഡൈ ഓക്സൈഡും ഹൈഡ്രജനും കൂടെ ചേർന്ന് അവിടെ ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു. നേരത്തെ കിട്ടിയ ATP ഉപയോഗിച്ചിട്ടാണ് ഈ ഗ്ലൂക്കോസിനെ നിർമ്മിക്കുന്നത്. ഈ ഘട്ടത്തെയാണ് നമ്മൾ ഇരുണ്ട ഘട്ടം എന്ന് പറയുന്നത്. അപ്പൊ പ്രത്യേകത പഠിച്ചു നോക്കാം. ലൈറ്റ് ഫേസ് ഗ്രാനയിലാണ്, ഡാർക്ക് ഫേസ് സ്ട്രോമയിലാണ്. പ്രകാശത്തിലാണ് പ്രകാശഘട്ടം നടക്കുക. ഇരുണ്ട ഘട്ടത്തിൽ പ്രകാശം വേണ്ട. ലൈറ്റ് ഫേസിൽ വാട്ടർ സ്പ്ലിറ്റ് ചെയ്യുന്നു. എക്സ്പെൽ ഓക്സിജൻ, ഹൈഡ്രജൻ റീച്ച് സ്ട്രോമ, ATP ഓൾസോ ഫോംഡ്. ഇനി ഇരുണ്ട ഘട്ടത്തിലേക്ക് വരുമ്പോഴോ ഈ കിട്ടിയ ഹൈഡ്രജനെയും എനർജിയും ഉപയോഗിച്ച് അവരെന്ത് ചെയ്യുന്നു? ഗ്ലൂക്കോസിനെ ഉണ്ടാക്കുന്നു. ഇങ്ങനെയാണ് 2 ഘട്ടങ്ങള് നമ്മുടെ ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്. ആദ്യ ഘട്ടം ലൈറ്റ് ഫേസ് ഗ്രാനയിൽ നടക്കുന്നു. രണ്ടാമത്തെ ഘട്ടമായ ഡാർക്ക് ഫേസ് സ്ട്രോമയിലും നടക്കുന്നു. ഇനി എങ്ങനെയാണ് ഈ സോഴ്സസ് ഒക്കെ ക്യാരി ചെയ്യപ്പെടുന്നത്? നമുക്ക് കാണാൻ കഴിയും. ഈ കിട്ടിയ ഗ്ലൂക്കോസിനെ ഉണ്ടാക്കി അതിനെ സ്റ്റോർ ചെയ്യുന്നത് സ്റ്റാർച്ച് ആക്കിയിട്ടാണ്. ഈ സ്റ്റാർച്ചിനെ നമുക്ക് പല രീതിയിൽ കാണാൻ കഴിയും. പഴങ്ങളിൽ ഫ്രക്ടോസ് ആയിട്ട്, കരിമ്പിൽ സൂക്രോസ് ആയിട്ട്, ധാന്യങ്ങളിൽ സ്റ്റാർച്ച് അന്നജമായിട്ടും കാണാം.
ഇനി ഇവരെ എന്ത് ചെയ്യും, പല രീതിയിൽ പലതാക്കി കൺവേർട്ട് ചെയ്യപ്പെടും. ഇതേ സ്റ്റാർച്ചിനെ ഗ്ലൂക്കോസായും ഫ്രക്ടോസായും നമ്മൾ ഈ കാണുന്ന എണ്ണകളിലൊക്കെ ഫാറ്റായിട്ട്, നമ്മുടെ പയറ് കടലയിലൊക്കെ പ്രോട്ടീൻ ആയിട്ട്, പച്ചക്കറികളിൽ വിറ്റാമിനുകളായിട്ട് എന്ത് ചെയ്യുന്നു, ഇതിനെ ട്രാൻസ്പോർട്ട്. അങ്ങനെ പല സോഴ്സസ് ഓഫ് സ്റ്റാർച്ചുകളാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. ഇതേ പാഠത്തിൽ തന്നെ മാംഗ്രൂവ്സിന്റെ ഒരു ചോദ്യം വരാം. ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത് മാംഗ്രൂവ്സ് എന്തൊക്കെയാണ് നമുക്ക് തരുന്നത്, അതിന്റെ യൂസസ് എന്താണ്. ഒന്ന്, സോഴ്സ് ഓഫ് ഫിഷ് വെൽത്ത് ആണ്. മത്സ്യസമ്പത്തിന്റെ ഒരു ഉറവിടമാണ് മാംഗ്രൂവ്സ് അല്ലെങ്കിൽ കണ്ടൽക്കാടുകൾ എന്ന് പറയുന്നത്. സ്റ്റോർ ഹൗസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, ജൈവ വൈവിധ്യത്തിന്റെ കലവറയാണെന്ത് ഈ ഒരു ഭാഗം എന്ന് പറയുന്ന മാംഗ്രൂവ്സ്. കൺസർവേഷൻ ഓഫ് കോസ്റ്റൽ സോയിൽ, തീരപ്രദേശത്തെ മണ്ണ് സംരക്ഷിക്കുന്ന, മണ്ണൊലിപ്പ് തടയാൻ സഹായിക്കുന്നതാണ് കണ്ടൽക്കാടുകൾ. അതുപോലെ ഡിഫൻസ് അഗെയിൻസ്റ്റ് ഗ്ലോബൽ വാർമിംഗ്, നിത്യഹരിത വനങ്ങളെ അപേക്ഷിച്ച് 4-5 ഇരട്ടി കാർബൺ ഡൈ ഓക്സൈഡിനെ ആഗിരണം ചെയ്യുന്നത് നമ്മുടെ മാംഗ്രൂവ്സുകളാണ്. ആൻഡ് പ്രിവെൻഷൻ സുനാമിനെ പ്രതിരോധിക്കാനും ആര് സഹായിക്കുന്നു, നമ്മുടെ ഈ ഒരു കണ്ടൽ കാടുകൾ സഹായിക്കുന്നുണ്ട്. ഇനി ഓഷ്യൻ പൊല്യൂഷൻ എങ്ങനെയൊക്കെ പ്രിവെന്റ് ചെയ്യാമെന്ന് ചോദിക്കുക. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. സ്റ്റോപ്പ് ഡംപിങ് പ്ലാസ്റ്റിക്സ് ഇൻ ഓഷ്യൻ, സ്റ്റോപ്പ് ഡംപിങ് ന്യൂക്ലിയർ വേസ്റ്റ് ആൻഡ് കെമിക്കൽ വേസ്റ്റ്. നമ്മുടെ വേസ്റ്റുകൾ, ന്യൂക്ലിയർ വേസ്റ്റുകൾ, ഫാക്ടറിയിൽ നിന്നുള്ള വേസ്റ്റുകളൊക്കെ ഈ പറയുന്ന സമുദ്രങ്ങളിലേക്ക് തള്ളുന്നത് ഒഴിവാക്കിയാൽ നമുക്ക് ഒരു പരിധിവരെ ഓഷ്യൻ പൊല്യൂഷൻ തടയാവുന്നതാണ്. ഇനി മക്കളെ, രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് മിസ് പോവുകയാണ്. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് മിസ് പറഞ്ഞു തരുന്നത്, ഡൈജഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ്, ദഹനവും പോഷക സംവഹനവും. ഇതിൽ നിങ്ങൾ നോക്കുക, ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് ഈ ഓർഡർ ആണ്. ആദ്യം ഭക്ഷണം സ്വീകരിക്കുന്നു, ആഹാരം കഴിക്കുന്നു, ഇൻജക്ഷൻ, ഡൈജഷൻ ദഹനം, അബ്സോർപ്ഷൻ ആഗിരണം, അസിമിലേഷൻ നമ്മൾ പറയുന്നത് ഏതാണ്, സ്വാംശീകരണം എന്ന് പറയും. സ്വാംശീകരണം അവിടെ നടക്കുന്നത് മെറ്റബോളിസം ആണ്, പക്ഷെ സ്വാംശീകരണമാണ് ഘട്ടം. പിന്നെ എന്ത്, ഇജക്ഷൻ ദഹനാവശിഷ്ടങ്ങളുടെ പുറന്തള്ളൽ. ഇതിൽ ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് ന്യൂട്രീഷൻ ഇൻ അമീബയാണ്. അമീബ എന്ത് ചെയ്യുന്നു, അവരുടെ സ്യൂഡോപഡിയ കപട പദങ്ങൾ ഉപയോഗിച്ച് ഭക്ഷണത്തെ എന്ത് ചെയ്യുന്നു, ആഗിരണം ചെയ്ത് ഉള്ളിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ ആഗിരണം ചെയ്ത് ഉള്ളിലേക്ക് കൊണ്ടിട്ടോ ഫുഡ് വാക്യൂള്, അവരുടെ ഫുഡ് വാക്യൂളിനുള്ളിലേക്ക് ഇട്ടിട്ട് അവരെ ഡൈജസ്റ്റ് ചെയ്യുന്നു. എൻസൈമുകൾ ഉപയോഗിച്ച് ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ ആണ് ഇവിടെ നടക്കുന്നത്. കോശത്തിന്റെ ഉള്ളിലാണ് ദഹനം നടക്കുന്നത്. നമ്മുടെ ബോഡിയിലോ എക്സ്ട്രാ സെല്ലുലാർ ആണ്, സെല്ലിന്റെ ഉള്ളിലല്ല, എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ ആണ്. ഇനി അമീബയിൽ എന്ത് ചെയ്യുന്നു, ഡൈജഷൻ ഒക്കെ കഴിഞ്ഞ് വേസ്റ്റിനെ എന്ത് ചെയ്യുന്നു, പുറത്തോട്ട് കളയുന്നു. അവരുടെ സെൽ മെംബ്രെയിൻ വഴി പുറത്തോട്ട് കളയാണ് ചെയ്യുന്നത്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഹൈഡ്രയുടെ കടിക്കാനുണ്ട്. ഹൈഡ്രയിലെ പോഷണം അവർക്ക് എന്തുണ്ട്, യെസ്, പാരലൈസസ് പ്രേ വിത്ത് ഹെൽപ്പ് ഓഫ് ടെന്റിക്കിൾസ്. അവരെ ടെന്റിക്കിളുടെ സഹായത്താൽ ഇരയെ എന്ത് ചെയ്യുന്നു, മരവിപ്പിക്കും. മരവിപ്പിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവരുടെ വായ്ക്കുള്ളിലാക്കുകയും ശരീര അറിയിൽ എത്തിക്കുകയും ചെയ്യുന്നത്. അവരെന്ത് ചെയ്യുന്നു, മൗത്തിന്റെ ഉള്ളിലേക്ക് എത്തിക്കുന്നു, എന്നിട്ട് ബോഡി ക്യാവിറ്റിയിലേക്ക് കൊണ്ടുവരുന്നു. അവർക്കൊരു മൗത്ത് ഉണ്ട്, അതുവഴി അവർ ബോഡി ക്യാവിറ്റിയിലേക്ക് എത്തിക്കുന്നു. ഡൈജഷൻ ബിഗിൻസ് ഇൻ ബോഡി ക്യാവിറ്റി. ഈ നമ്മുടെ ശരീര അറയുടെ ഉള്ളിലാണ് ദഹനം ആരംഭിക്കുന്നത്. അവിടെ അവർക്ക് എന്തുണ്ട്, എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ ആണ്. ഇവിടെ നടക്കുന്നത് കോശ ബാഹ്യ ദഹനമാണ്. സെല്ലിന്റെ പുറത്ത് ബോഡി ക്യാവിറ്റിന്റെ ഉള്ളിലാണ് ഡൈജഷൻ. അവിടെ എൻസൈംസ് ഇൻ ദ ഫുഡ് വാക്യൂൾ കംപ്ലീറ്റ്ലി ഡൈജസ്റ്റ് പാർഷ്യലി ഡൈജസ്റ്റ് കമ്പൗണ്ട് എൻ്റർ ദ സെൽ. ഇതിന്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഇവിടെയും നമുക്ക് കാണാം ഫുഡ് വാക്യൂള്. ഈ ഫുഡ് വാക്യൂളിലെ എൻസൈം എന്ത് ചെയ്യുന്നു, പൂർണ്ണമായും ദഹിപ്പിക്കുന്നു. അതെന്താണ്, കോശ ആന്തരിക ദഹനമാണ്. അപ്പൊ പുറമെ ആദ്യം എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ നടക്കുന്നു, പിന്നെ എന്ത് ചെയ്യുന്നു, ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ നടക്കുന്നു. ഫുഡ് വാക്യൂളിന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെയോ വേസ്റ്റിനെ എന്ത് ചെയ്യുന്നു, ഇവരെ പുറത്തോട്ട് കളയുന്നു, റെമിനൻസിനെ പുറത്തോട്ട് കളയുന്നു. ഇനി നമ്മുടെ ശരീരത്തിലെ ഡൈജഷനിലേക്ക് വരുമ്പം 2 ഭാഗമായിട്ട് നിങ്ങൾക്ക് പഠിക്കാം. ഒന്ന് മെക്കാനിക്കൽ ഡൈജഷനും 2 കെമിക്കൽ ഡൈജഷനും. ഒന്ന് യാന്ത്രിക ദഹനവും 2 രാസിക ദഹനവും. മക്കളെ നമ്മൾ വായു കൊണ്ട് ചവച്ചരയ്ക്കുന്നത്, നമ്മുടെ ഈസോഫാഗസ് എന്ത് ചെയ്യുന്നു, ഭക്ഷണത്തെ ഇങ്ങനെ പെരിസ്റ്റാൾസിസ് വഴി മൂവ് ചെയ്യുന്നത്, സ്റ്റൊമക്കിലുള്ള പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ്, ഇതൊക്കെ എന്താണ്, മെക്കാനിക്കൽ ഡൈജഷൻ, യാന്ത്രികമാണ്. അവിടെ ഒരു പ്രവർത്തനം നടന്നാണ് എന്ത് ചെയ്യുന്നത്, അതിനെ ദഹിപ്പിക്കുന്നത്. ഇനി രാസിക ദഹനം, കെമിക്കൽ ഡൈജഷൻ എന്ന് പറഞ്ഞാൽ അവിടെ എൻസൈമുകൾ ഉപയോഗിക്കുന്നു. മാൾട്ടോസ് എൻസൈം നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റാർച്ചിനെ മാൾട്ടോസ് ആക്കുന്നു. സലൈവറി അമിലേസ് ഉപയോഗിച്ച് പ്രോട്ടീന്റെ ഡൈജഷൻ നടത്തുന്നു. പെപ്സിൻ ഉപയോഗിച്ച് അവിടെയൊക്കെ എൻസൈമാണ് ഉപയോഗിക്കുന്നത്. അതിനെ നമ്മൾ രാസിക ദഹനം എന്ന് പറയുന്നു. ഇനി മെക്കാനിക്കൽ ഡൈജഷനിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും, മൗത്ത്, പല്ല് വായില് പല്ലും നാക്കും ഉപയോഗിച്ചാണ് ദഹിക്കുന്നത്. അതിൽ പല്ലിന്റെ ഘടന വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനാമലാണ് ഹാർഡസ്റ്റ് ആയിട്ട് പല്ലിനെ കവർ ചെയ്തിട്ടുള്ള മെറ്റീരിയൽ. പിന്നെ നിങ്ങൾക്ക് ജീവനുള്ള കല ഡെന്റൈൻ കാണാം. പൾപ്പ് ക്യാവിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഇന്നർമോസ്റ്റ് പാർട്ട് ഓഫ് ടൂത്ത് ആണ് ദ പൾപ്പ് ക്യാവിറ്റി. ബ്ലഡ് വെസൽ, നെർവ്സ്, ഒഡന്റോബ്ലാസ്റ്റ്, എൽസാർസി. പിന്നെയോ സിമെന്റം കാണാം, കാൽഷ്യം കണ്ടെയ്നിങ് കണക്റ്റീവ് ടിഷ്യൂ ദാറ്റ് ഹോൾഡ് ദ ടൂത്ത് ഇൻ ദ സോക്കറ്റ് ഓഫ് ദ ഗൺ, അല്ലെ.
കാൽഷ്യം കണ്ടെയ്നിങ് കണക്റ്റീവ് ടിഷ്യൂ ദാറ്റ് ഹോൾഡ് ദ ടൂത്ത് ഇൻ ദ സോക്കറ്റ് ഓഫ് ദ ഗം. പല്ലിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഈ സിമെന്റ് ഉണ്ടല്ലോ, അതാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ഉറപ്പിച്ച് വെക്കുന്നത്. പൾപ്പ് ക്യാവിറ്റിയിലാണ് രക്തക്കുഴലുകൾ, ബ്ലഡ് വെസൽസ് നമുക്ക് കാണാൻ കഴിയുക. ഈ ചിത്രവും നിങ്ങൾക്ക് 4 മാർക്കിൽ അല്ലെങ്കിൽ 3 മാർക്കിൽ പ്രതീക്ഷിക്കാവുന്നതാണ്, അടയാളപ്പെടുത്താൻ ചോദിക്കും. പിന്നെ സ്റ്റൊമക്കിൽ നമ്മൾ കാണുന്നത് സർക്കുലാർ മസിൽസ്, വലയ പേശികളാണ് അവരുടെ ആ ഒരു ചലനത്തിന് സഹായിക്കുന്നത്. ഇനി നമ്മൾ സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് വരികയാണ്. അവിടെ നിങ്ങൾക്ക് പെരിസ്റ്റാൾസിസ്, സെഗ്മെന്റേഷൻ കാണാം. ഇതുപോലെ സെഗ്മെന്റഡ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പെരിസ്റ്റാൾസിസ് നടക്കുന്നത്. ഇതൊക്കെ എന്താണ്, മെക്കാനിക്കൽ ഡൈജഷൻ ആണ്. പിന്നെ നമ്മൾ ഭക്ഷണം വിഴുങ്ങുന്ന സമയത്ത് അവിടെ നിങ്ങൾ നോക്കണേ, നമ്മുടെ ഗ്ലോട്ടിസിന് മേലെയാണ് എപ്പിഗ്ലോട്ടിസ് ഉണ്ട്, അതിന് താഴെയായിട്ടാണ് ഈസോഫാഗസ്, പിന്നെ ട്രക്കിയ ഉള്ളത് അല്ലെ. എപ്പിഗ്ലോട്ടിസ് എന്ത് ചെയ്യുന്നു, ഭക്ഷണം കഴിക്കുമ്പം നമ്മുടെ ശ്വാസനാളത്തെ, ട്രക്കിയനെ കവർ ചെയ്ത് നിർത്തും. അപ്പൊ എന്ത് ചെയ്യും, ഭക്ഷണം ആ ട്രക്കിയയിലേക്ക്, ശ്വാസനാളത്തിലേക്ക് പോകാതെ അതിനെ തടയുന്നു. അപ്പൊ എന്താ ഇവിടെ നോക്കുക, ടങ് കംപ്രസ് ദ ഫുഡ് ഇൻ ടു ബോൾ, ഭക്ഷണത്തെ എന്ത് ചെയ്യുന്നു, ഉരുളകളാക്കുന്നുണ്ട്. എന്നിട്ടോ ഉവില ക്ലോസസ്, ഗ്രസനയിലേക്ക് തുറക്കുന്ന നാസാഗോരത്തെ ചെറുനാക്ക് എന്ത് ചെയ്യുന്നു, അടയ്ക്കുന്നു. നാക്കിന്റെ പിൻഭാഗം ആഹാരത്തെ എപ്പിഗ്ലോട്ടിസിന് മുകളിലൂടെ അന്നനാളത്തിലേക്ക് പോകുന്നു. അപ്പൊ ട്രക്കിനെ കവർ ചെയ്ത് എപ്പിഗ്ലോട്ടിസ് ഉണ്ടാകും, അപ്പൊ ശ്വാസനാളം മുകളിലേക്ക് വരുന്ന എപ്പിഗ്ലോട്ടിസ് കൊണ്ട് അടയ്ക്കുന്നു. അതുവഴി എന്ത് ചെയ്യുന്നു, ഭക്ഷണം നേരെ അന്നനാളത്തിലേക്ക് പോകുന്നു. അപ്പൊ ഈ സ്റ്റെപ്പും നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്, ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ സ്റ്റെപ്പ്, ഇതിന്റെ ഓർഡർ നിങ്ങൾ പഠിച്ചു വെക്കാം. ഈ ചിത്രം അതേപോലെ തന്നെ ചോദ്യം വരാറുള്ളതാണ്. ഇനി നമ്മുടെ ശരീരത്തിലെ ദഹന വ്യവസ്ഥയിലേക്ക് വരുമ്പോൾ മക്കളെ ഓർത്തു വെക്കാം, നമുക്ക് മൗത്ത്, ഈസോവാഗസ്, സ്റ്റൊമക്ക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ ആണുള്ളത്. ആ ഓർഡറിലാണ് ഭക്ഷണം പോകുന്നത്. എന്നാൽ അതിനെ സഹായിക്കാൻ വേറെ 2 ആൾക്കാരുമുണ്ട്, ലിവറും അതുപോലെ പാങ്ക്രിയാസ്. ലിവർ ഉൽപ്പാദിപ്പിക്കുന്നതാണ് ബൈൽ അല്ലെങ്കിൽ പിത്തരസം എന്ന് പറയുന്ന ബൈൽ ജ്യൂസ് അല്ല. പാങ്ക്രിയാസ് എന്ത് ചെയ്യുന്നു, പാങ്ക്രിയാറ്റിക് ജ്യൂസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, പാങ്ക്രിയാറ്റിക് രസം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇവരെന്ത് ചെയ്യുന്നു, ദഹനത്തിൽ ടേക്ക് പാർട്ട് ചെയ്യുന്നുണ്ട്. മൗത്തിലാണ് നമ്മൾ എന്ത് എൻസൈം പഠിക്കുന്നത്, സലൈവറി അമിലേസ് പഠിക്കുന്നത്, സലൈവറി അമിലേസ് പഠിക്കുന്നത്. ഈസോഫാഗസിൽ പിന്നില്ല, സ്റ്റൊമക്കിലാണ് നമ്മൾ പെപ്സിൻ എൻസൈം, പ്രോട്ടീന്റെ ഡൈജഷന് സഹായിക്കുന്നതാണ് എന്ത്, പെപ്സിൻ എൻസൈം. പിന്നെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ആരൊക്കെ ഉണ്ട്, കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ലിപ്പേസസ് ഒക്കെ ഉണ്ട്. അവർ കംപ്ലീറ്റ് ഡൈജഷൻ, ദഹനം പൂർത്തിയാവുന്നത്, ഡൈജഷൻ കംപ്ലീറ്റ് ആവുന്നത് എവിടെയാ, സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ്. ഡൈജഷൻ ആരംഭിക്കുന്നത് എവിടെയാണ്, മൗത്തിൽ, വായിലാണ് ബിഗിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ മൗത്തിൽ സലൈവ, ഇവിടെ കംപ്ലീറ്റ് എൻസൈംസ് മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മൗത്തിൽ സലൈവറി അമിലേസ്, ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. സ്റ്റൊമക്കിൽ HCl, പെപ്സിൻ, സ്റ്റൊമക്കിലെ HCl, പെപ്സിൻ, ലിപ്പേസ്, മ്യൂക്കസ് ഉണ്ട്. HCl ആണ് എന്ത് ചെയ്യുന്നത്, രോഗാണുക്കളെ നശിപ്പിക്കുന്നത്. പെപ്സിൻ പ്രോട്ടീനെ ഭാഗികമായി നശിക്കുന്നു. ലിപ്പേസുകൾ കൊഴുപ്പിന് ദഹനത്തെ സഹായിക്കുന്നു. ശ്ലേഷ്മം എന്ത് ചെയ്യുന്നു, ദഹനരസങ്ങളുടെ പ്രവർത്തനത്തിൽ നിന്ന് ആമാശയഭിത്തി സംരക്ഷിക്കുന്നുണ്ട്. പിന്നെയോ സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് വരുമ്പം കാർബോഹൈഡ്രേറ്റ്സും പ്രോട്ടീൻസും ഉണ്ട്. കാർബോഹൈഡ്രേറ്റ് എന്ത് ചെയ്യുന്നു, ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസിനെ, സങ്കീർണ കാർബോഹൈഡ്രേറ്റുകളെ ലഘുഘടകങ്ങളായി വിഘടിക്കുന്നു. പ്രോട്ടീനുകളെ അമിനോ ആസിഡുകളാക്കി മാറ്റുന്നു. പിന്നെ കരളില് പിത്തരസമാണുള്ളത്, അവർ കൊഴുപ്പിനെയാണ് എന്ത് ചെയ്യുന്നത്, വിഘടിപ്പിക്കുന്നത്. പാങ്ക്രിയാസിലോ പാങ്ക്രിയാറ്റിക് അമിലേസ്, ട്രിപ്സിൻ, ലിപ്പേസ് ആണുള്ളത്. ഓരോന്നിലുമുള്ള എൻസൈമുകൾ ഈ ഒറ്റ ടേബിൾ കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. പാങ്ക്രിയാറ്റിക് അമിലേസ് അന്നജത്തെ ഭാഗമായി ദഹിപ്പിക്കുന്നു, ട്രിപ്സിൻ പ്രോട്ടീനുകളെ ഭാഗമായി ദഹിപ്പിക്കുന്നു, ലിപ്പേസുകൾ കൊഴുപ്പിനെ പൂർണ്ണമായി ദഹിപ്പിക്കുന്നു. ഈ ഭാഗം എന്തായാലും പഠിച്ചു വെക്കാം. പിന്നെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിങ്ങൾക്ക് ലോങ് മസ്കുലാർ കോളിമീറ്റർ ആയിട്ട് കാണാം. ഒരു എത്രയാണ്, 6 മീറ്ററോളം നീളമുള്ള നീണ്ട കുടലാണ് നമ്മുടെ ചെറുകുടൽ. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ വില്ലസുകളെ കാണാൻ പറ്റും. ഇതുപോലെയാണ് വില്ലസ് ഉള്ളത്. അതിൻ്റെ ഉള്ളിൽ സിംഗിൾ ലെയർ, ഒറ്റനിര കോശങ്ങളായ എപ്പിത്തീലിയൽ കോശങ്ങൾ കാണാം. അതിൻ്റെ ഉള്ളിലായിട്ട് നിങ്ങൾക്ക് രക്തക്കുഴലുകളും ലാക്ടിയലുകളും കാണാം. ഈ രക്തക്കുഴലുകൾ എന്ത് ചെയ്യുന്നു, ഇവിടെ നോക്കണേ, അബ്സോർബ് ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ്. ഗ്ലൂക്കോസും ഫ്രക്ടോസും ഗാലക്ടോസും അബ്സോർബ് ചെയ്യുന്നത് ആരാണ്, നമ്മുടെ രക്തക്കുഴലുകളാണ്. എന്നാൽ ലാക്ടിയൽ എന്ത് ചെയ്യുന്നു, ഫാറ്റിനെ, ഗ്ലിസറോളിനെ അല്ലെ, ഫാറ്റി ആസിഡ് ഗ്ലിസറോളിനെ അബ്സോർബ് ചെയ്ത് കൊണ്ടുപോകുന്ന, ആഗിരണം ചെയ്ത് കൊണ്ടുപോകുന്നത് ലാക്ടിയലാണ്. ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ കേട്ടോ. പിന്നെ നമ്മൾ ട്രാൻസ്പോർട്ടേഷനിലേക്ക് വരുമ്പോൾ രക്തം പഠിക്കണം. രക്തത്തിന് 2 പ്രധാന ഭാഗങ്ങളുണ്ട്. പ്ലാസ്മയിൽ വാട്ടറും പ്രോട്ടീൻസും ഉണ്ട്, ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജിൻ. പിന്നെ ബ്ലഡ് സെല്ലിലേക്ക് വരുമ്പോൾ റെഡ് ബ്ലഡ് സെല്ല്, വൈറ്റ് ബ്ലഡ് സെല്ല്, പ്ലേറ്റ്ലെറ്റ്. റെഡ് ബ്ലഡ് സെൽസ് ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. വൈറ്റ് ബ്ലഡ് സെൽസ് ഇമ്മ്യൂണിറ്റി, പ്രതിരോധമാണ്. പ്ലേറ്റ്ലെറ്റുകൾ രക്തം കട്ട പിടിക്കാൻ നമ്മളെ സഹായിക്കുന്നു. ഇനി ടിഷ്യൂ ദ്രവത്തിന്റെ രൂപീകരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കണേ, ഇവിടെ ആർട്ടറിയിൽ നിന്ന് കാപ്പിലറിയിലേക്ക് വരുമ്പോൾ കാപ്പിലറിന്റെ ഇടയിൽ ചെറിയ സുഷിരങ്ങൾ ഉണ്ടാവും. ആ സുഷിരത്തിൽ നിന്ന് ഇന്റർസെല്ലുലാർ സ്പേസിലേക്ക് കുറച്ച് ഫ്ലൂയിഡ് ഇറങ്ങും.
ആ ഫ്ലൂയിഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടിഷ്യൂ ഫ്ലൂയിഡ്. ഈ ടിഷ്യൂ ദ്രവം അല്ലെങ്കിൽ ടിഷ്യൂ ഫ്ലൂയിഡ് പിന്നീട് എന്ത് ചെയ്യുന്നു? ഒരു രക്തക്കുഴലുകളായി മാറുന്നുണ്ട്. അതാണ് എന്ത് നമ്മൾ ഇവിടെ കാണുന്ന ലാക്ടേലുകൾ അല്ലെങ്കിൽ ലിംഫ് വെസലുകളായി മാറുന്നത്. ക്ലിയർ ആയോ? When blood flows through capillary fluid, plot of blood oozes out the intercellular space. This fluid is tissue fluid. അപ്പൊ രക്തലോമികയിൽ നിന്ന് ഊർന്നിറങ്ങുന്ന സെല്ലുകളുടെ ഇടയിൽ ഇന്റർമെമ്പുലർ സ്പേസിൽ കാണുന്ന ദ്രവത്തെയാണ് നമ്മൾ ടിഷ്യൂ ദ്രവം അല്ലെങ്കിൽ ടിഷ്യൂ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. പിന്നെ ഈ ടിഷ്യൂ ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നു? പിന്നെ ലിംഫ് ക്യാപ്പിലറിയിലേക്ക് കയറുന്നു. അങ്ങനെ ലിംഫ് ലോമികളിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ ഉണ്ടാവുന്നതിനെ നമ്മൾ ലിംഫ് എന്നും പറയുന്നു. അപ്പൊ ലിംഫുകൾ ഡൈജഷൻ ആയിട്ടുള്ള ഫാറ്റിന്റെ അതുപോലെ ഗ്ലിസറോളിനൊക്കെ കൊണ്ടുപോകുന്നത് ഈ ലിംഫ് നോഡ് വഴിയാണ്. ലിംഫാറ്റിക് സിസ്റ്റത്തിൽ ലിംഫ് വെസൽ ഉണ്ട്, സ്പ്ലീൻ ഉണ്ട്, ലിംഫ് നോഡുകൾ ഉണ്ട് കേട്ടോ. അതുപോലെ ബോൺ മാരോ, തൈമസ് ഗ്ലാൻഡ്, ഇതൊക്കെ ലിംഫാറ്റിക് സിസ്റ്റത്തിൽ വരുന്ന ഭാഗങ്ങളാണ്. ഇനി രക്തക്കുഴലുകൾ 3 പഠിച്ചു വെക്കണം. ആർട്ടറി, കാപ്പിലറി, വെയിന്. ആർട്ടറി ധമനിയാണ്, കട്ടി കൂടിയതാണ്, അതുപോലെ ഇലാസ്തികതയുള്ള ഭിത്തിയാണ്. രക്തം ഉയർന്ന മർദ്ദത്തിൽ പോകുന്നതും വേഗത്തിൽ ഒഴുകുന്നതും ആർട്ടറി അല്ലെങ്കിൽ ധമനിയിലൂടെയാണ്. ഇനി കാപ്പിലറി എന്ന് പറഞ്ഞാലോ ആർട്ടറിനെയും വെയിൻസിനെയും കണക്ട് ചെയ്യുന്ന ഭാഗമാണ്. സിംഗിൾ ലെയർ ഓഫ് സെൽ, ഒറ്റ നിര കോശങ്ങളാണ്. കുറഞ്ഞ മർദ്ദത്തിലും വേഗത്തിലുമാണ് ഇതിലൂടെ പോവുക. പിന്നെ നമ്മുടെ വെയിൻ കാണാം, തിൻ വോൾ, കട്ടി കുറഞ്ഞ ഭിത്തിയാണ് സിരകൾക്കുള്ളത്. കുറഞ്ഞ മർദ്ദത്തിലും വേഗത്തിലും ഒഴുകുന്നു. ഇവിടെ നിങ്ങൾക്ക് വാൽവുകൾ കാണാം. ഹൃദയത്തിലേക്ക് രക്തം പമ്പ് ചെയ്യുന്നതാണ് സിരകൾ. അവിടെ നിങ്ങൾക്ക് വാൽവുകൾ കാണാം, വാൽവ്സ് ആർ പ്രസന്റ്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഒരു പോർട്ടൽ കാണാം, ഹെപ്പാറ്റിക് പോർട്ടൽ സർക്കുലേഷൻ. അതായത് നമ്മുടെ ന്യൂട്രിയൻസ് ബ്ലഡ് കാപ്പിലറി വഴി കൊണ്ടുവരുന്നത് പോർട്ടൽ വെയിൻ വഴി നമ്മുടെ ലിവറിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. അവിടുന്ന് ലിവറിൽ നിന്ന് ഫാറ്റിന്റെ അബ്സോർപ്ഷൻ ഒക്കെ കഴിഞ്ഞ് പിന്നെ അത് ഹെപ്പാറ്റിക് വെയിൻ വഴിയാണ് വീന കാവയിലേക്ക് വരുന്നത്. പിന്നെ അത് എന്ത് ചെയ്യുന്നു? ഹാർട്ട് വഴി ബാക്കി അയോട്ട വഴി ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. അപ്പം ഇങ്ങനെ ഒരു സർക്കുലേറ്ററി സിസ്റ്റം കൂടിയുണ്ട്. അതിനെ നമ്മൾ ഹെപ്പാറ്റിക് അല്ലെങ്കിൽ പോർട്ടൽ സിസ്റ്റം എന്ന് പറയും. പോർട്ടൽ വെയിൻ വഴി, പോർട്ടൽ സിര വഴിയാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന വെയിൻസ് ഫാറ്റിനെ കൊണ്ടുപോകുന്നത്. അത് പിന്നെ കരളിലേക്ക്, ലിവറിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇനി പ്രധാനപ്പെട്ട ഭാഗം നമ്മുടെ ഹാർട്ടിന്റെ സ്ട്രക്ചർ ആണ്. ഇതും കൂടി പഠിച്ച് സെറ്റ് ആക്കിയാൽ ഈ ചാപ്റ്ററിൽ അത്രയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത്. അപ്പം ഹാർട്ട് നമുക്കറിയാം നമ്മുടെ റിബ്സ്, വാരിയലുകളാൽ സംരക്ഷിച്ചിട്ടുണ്ട്. ഈ സെൻട്രൽ കാണുന്ന അസ്ഥിയാണ് സ്റ്റേർണം എന്ന് പറയുന്നത്. ഇതിന്റെ ഉള്ളിലാണ് നമ്മുടെ ഹൃദയം ഉള്ളത്. ഹൃദയത്തിനെ കവർ ചെയ്തിട്ട് ഡബിൾ ലെയർഡ് മെംബ്രെയിൻ ഉണ്ട്. അതിനെ നമ്മൾ പറയുന്നു പെരികാർഡിയം. പെരികാർഡിയം. ഇതിന്റെ ഇടയിലായിട്ട് ഒരു ഫ്ലൂയിഡ് ഉണ്ട്, പെരികാർഡിയൽ ഫ്ലൂയിഡ് അല്ലെങ്കിൽ പെരികാർഡിയൽ ദ്രവം എന്ന് പറയും. ആൻഡ് ഇവരെന്ത് ചെയ്യുന്നു? എക്സ്റ്റേണൽ ഷോക്ക്, പുറമേ നിന്നുള്ള പെട്ടെന്നുള്ള ഷോക്കിൽ നിന്ന് പ്രിവെന്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു. എക്സ്റ്റേണൽ ഷോക്കിൽ നിന്ന് പ്രിവെന്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു. ഇനി ഈ ഹൃദയത്തിന്റെ ഘടന നിങ്ങൾ പഠിച്ചു വെക്കാം. ഇതാ ഇവിടെ നിങ്ങൾക്ക് സുപ്പീരിയർ വെനേക്കാവ, ഇൻഫീരിയർ വെനേക്കാവ കാണാം. ഇതിലൂടെയാണ് രക്തം ഒഴുകി നമ്മുടെ വലത് ഏട്രിയത്തിലേക്ക് എത്തുന്നത്. വലത് ഏട്രിയത്തിലേക്ക് എത്തി, വലത് വെൻട്രിക്കിളിലേക്ക് എത്തി. അവിടെ നിന്ന് നേരെ ശ്വാസകോശ ധമനി വഴി ലങ്സിൽ പോകും. ലങ്സിൽ നിന്ന് ഓക്സിജൻ ബ്ലഡ് എന്ത് ചെയ്യുന്നു? പൾമിനറി വെയിൻ, ശ്വാസകോശ സിര വഴി ഇടത് ഏട്രിയത്തിൽ നിന്ന് ഇടത് വെൻട്രിക്കിൾ, അങ്ങനെ ലെഫ്റ്റ് ഏട്രിയം ലെഫ്റ്റ് വെൻട്രിക്കിൾ എത്തി. അത് അയോട്ടിക് വാൾവ് വഴി അയോട്ടയിലൂടെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലേക്ക് എത്തും. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും 4 ചാമ്പറുകൾ കാണാം, അതുപോലെ 4 വാൾവുകൾ കാണാം. ഇവിടെ ട്രൈകസ്മിഡ് വാൾവ്, ഇവിടെ ബൈകസ്മിഡ് വാൾവ്, ഇത് പൾമണറി വാൾവ്, ഇവിടെ അയോട്ടിക് വാൾവ്. ഇങ്ങനെ 4 വാൾവുകളും കാണാം. ഹൃദയത്തിന്റെ ഘടന വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കാം. ഇതേപോലെ ഹാർട്ട് ബീറ്റ്, ഹൃദയസ്പന്ദനം എന്ന് പറയുന്നത് നമുക്ക് ജോയിന്റ് ഡയസ്റ്റോളും ഉണ്ട്, ഏട്രിയൽ സിസ്റ്റോളും വെൻട്രൽ സിസ്റ്റോളും ഉണ്ട്. ഇത് ഏട്രിയം കൺട്രാക്ട് ചെയ്ത് വെൻട്രിക്കിളിലേക്ക് രക്തം കൊടുക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഏട്രിയൽ സിസ്റ്റോൾ എന്ന് പറയുന്നത്. അതേപോലെ വെൻട്രിക്കിൾ കോൺട്രാക്ട് ചെയ്ത് ഏട്രിയലിലേക്ക് പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെൻട്രിക്കുലർ സിസ്റ്റോൾ. കംപ്ലീറ്റ് രക്തം കഴിഞ്ഞാൽ രണ്ടും കൂടെ ഒന്നിച്ച് തടയ്ക്കുന്നതിനെയാണ് നമ്മൾ ജോയിന്റ് ഡയസ്റ്റോൾ എന്ന് പറയുന്നത്. ആൻഡ് ഈ ബീറ്റിനെ നമ്മൾ ഒരു ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് ഇലക്ട്രോകാർഡിയോഗ്രാഫ് എന്ന് പറയുന്നത്. ഇലക്ട്രോകാർഡിയോഗ്രാം ഈസ് ദി ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. ഒരു വൈദ്യുത തരംഗങ്ങൾ ഇങ്ങനെ പോകുന്നതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഗ്രാഫ് രൂപത്തിൽ നമ്മൾ ചിത്രീകരിക്കുന്നതാണ് ഇവിടെ കണ്ടിരിക്കുന്നത്. ഈ ചിത്രം തന്നിട്ടും ചോദ്യങ്ങൾ വരാവുന്നതാണ്. സിസ്റ്റോളും ഡയസ്റ്റോളും പഠിച്ചു വെക്കണം. സിസ്റ്റോൾ 120 mmHg ആണ്, ഡയസ്റ്റോൾ 80 mmHg ആണ്. അപ്പൊ അതാണ് നോർമൽ ആയിട്ട് വരുന്ന സിസ്റ്റോളിക് ഡയസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ഡയഗ്രാം തന്നാൽ ഓർത്തു വെക്കുക, ഇത് സ്വിഗ്മോമാനോമീറ്റർ, ഇത് ഡിജിറ്റൽ BP അപ്പാരറ്റസ് ആണ്. 2 സർക്കുലേഷൻ നമ്മുടെ ബോഡിയിൽ നടക്കുന്നത് ഡബിൾ സർക്കുലേഷൻ ആണ്, ഇരട്ട രക്തപരിവഹനം അല്ലെ. അപ്പൊ ഡബിൾ സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തേത് പൾമനറി സർക്കുലേഷൻ അല്ലെങ്കിൽ പൾമനറി പരിവഹനം, രണ്ടാമത്തേത് സിസ്റ്റമിക് സർക്കുലേഷൻ അല്ലെങ്കിൽ സിസ്റ്റമിക് പരിവഹനമാണ്. ഇനി ഇവിടെ നോക്കണേ, നമ്മുടെ ഹാർട്ടിൽ നിന്നും
ഈ പറയുന്ന നമ്മുടെ ബോഡിയിൽ നിന്ന് വന്ന കാർബൺ ഡൈ ഓക്സൈഡ് നിറഞ്ഞ രക്തം പൾമണറി ആർട്ടറി വഴി ശ്വാസകോശത്തിൽ പോകുന്നു. അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? ഓക്സിജനെ സ്വീകരിച്ച് ഓക്സിജൻ നിറച്ച ബ്ലഡുമായിട്ട് ശ്വാസകോശ സിര പൾമണറി വെയിൻ നമ്മുടെ ഹാർട്ടിലെത്തുന്നു. ഇവിടെ നിന്ന് അയോട്ട വഴി മഹാധമനി വഴി നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലേക്കും ഓക്സിജനെ കൊണ്ടെത്തിക്കുന്നു. എന്നിട്ടോ സെല്ലിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് നിറഞ്ഞ രക്തത്തെ സുപ്പീരിയർ ഇൻഫീരിയർ വെനേക്ക വഴി ഹാർട്ടിലേക്ക് എത്തിക്കുന്നു. വെയിൻസ് വഴി സുപ്പീരിയർ ഇൻഫീരിയർ വെനേക്ക വഴി ഹാർട്ടിലേക്ക് എത്തുന്നു. ഇങ്ങനെ 2 സർക്കുലേഷൻ ആണ് നടക്കുന്നത്. ഒന്ന് പൾമനറി സർക്കുലേഷൻ, 2 സിസ്റ്റമിക് സർക്കുലേഷൻ. പൾമനറി പരിയേനം അല്ലെങ്കിൽ സിസ്റ്റമിക് പരിയേനം എന്ന് നമ്മൾ പറയും. പിന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഹാർട്ടിന്റെ ഡിസീസസുകളുണ്ട്. അത് നിങ്ങൾ അതെറോസ്ക്ലെറോസിസ് അതുപോലെ തന്നെ ഹാർട്ട് അറ്റാക്ക് കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നോക്കിയിട്ട് പോവാ. പിന്നെ സൈലവും ഫ്ലോയും. സൈലം ട്രക്കീഡും വെസൽസും വാട്ടർ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ഫ്ലോയും സീപ് ട്യൂബ് കമ്പാനൻസ് എല്ലാം എന്ത് ചെയ്യുന്നു? ഭക്ഷണത്തെ ഫുഡ് മോളിക്യൂൾസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതാണ്. ഈ ഭാഗം പഠിച്ചു വെക്കണം. ആൻഡ് ട്രാൻസ്പിറേഷനും കൂടെ വാട്ടറിനെ എക്സ്പെല് ചെയ്ത് കളയുന്ന ഒരു പ്രോസസ് ആണ് ട്രാൻസ്പിറേഷൻ. അതിനെ അവരെ ഹെൽപ്പ് ചെയ്യാൻ റൂട്ട് പ്രഷർ അതുപോലെ തന്നെ കൊഹിഷൻ അഡ്ഹീഷൻ ഫോഴ്സസ് ആണ് ഉള്ളത്. ടർഗർ പ്രഷർ അതുപോലെ കൊഹിഷൻ അഡ്ഹീഷൻ ഫോഴ്സസ് ഇതുവഴിയാണ് ട്രാൻസ്പിറേഷൻ നടക്കുന്നത്. വാട്ടറിനെ എക്സ്പെൽ ചെയ്ത് പുറത്തോട്ട് കളയുന്നത്. അപ്പൊ ആ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വഴിയാണ് സൈലത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നത്? ട്രാൻസ്പോർട്ട് നടക്കുന്നത്. അപ്പൊ ട്രാൻസ്പിറേഷൻ പുള്ള് വഴി സൈലം എന്ത് ചെയ്യുന്നു? ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ഫ്ലോയത്തിൽ എന്താണ്? കണക്ട് ചെയ്ത് ഫുഡ് ട്രാൻസ്പോർട്ട് ചെയ്ത് പോവാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ. ഞാനൊന്ന് വേഗം ഓടിച്ചു പറഞ്ഞതാണ്. ഈ 2 ചാപ്റ്ററും അറിയാത്ത മക്കളാണെങ്കിൽ ഈ ഒരൊറ്റ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ അറിയിക്കുക. കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. ബൈ.